ഖരദൂഷണ തൃശിരാക്കളും 14,000 പടയും നശിച്ചതോടെ അലമുറയിട്ട് രാവണഭഗിനി ലങ്കയിലേക്കോടി. സഹോദരിയുടെ അവസ്ഥ കണ്ട് രാവണന്റെ കണ്ണിൽ കനലുകൾ എരിഞ്ഞു. ആരാണിത് ചെയ്തത്? ഇന്ദ്രനോ അതോ കുബേരനോ? ആരാണ് നിന്നോടിങ്ങനെ ചെയ്തത്? ഖരനും ദൂഷണനും തൃശിരസും അവരുടെ സഹോദരിയെ രക്ഷിക്കാൻ കഴിയാത്തവരായോ? അഹോ കഷ്ടമെന്ന് രാവണൻ. നീ എന്തൊരു മൂഢനാണ്! കൊള്ളാവുന്ന ചാരന്മാർ പോലുമില്ല നിനക്ക്. നിന്റെ അനുജന്മാരും 14,000 പടയും രാമൻ മുടിച്ചത് നീ അറിഞ്ഞില്ലേ? ശൂർപ്പണഖ കോപം കൊണ്ട് ജ്വലിച്ചു. ആരാണീ രാമൻ? അവൻ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചു ലങ്കാധിപൻ. ശൂർപ്പണഖ നടന്നതൊക്കെ പറഞ്ഞു. ഇത്തിരി കള്ളവും കൂടെ പറഞ്ഞു. സീതയെ രാവണന് വേണ്ടി പിടിച്ചു കൊണ്ടുവരാൻ നോക്കിയപ്പോഴാണ് ലക്ഷ്മണൻ തന്റെ അംഗഹീനയാക്കിയതെന്ന് ഒരു ഏഷണി കൂട്ടി പറഞ്ഞു. സീതാദേവിയെ അംഗപ്രത്യംഗം വർണ്ണിക്കുകയും ചെയ്തു. രാവണന് ഉറക്കമില്ലാതായി. ഇത്ര സുന്ദരിയായ അംഗനാരത്നത്തെ കേവലം ഒരു മനുഷ്യൻ സ്വന്തമാക്കി വെക്കുകയോ? അവളെ തനിക്ക് വേണം. അപ്പോൾ തന്നെ മാരീചനെ കാണാൻ പുറപ്പെട്ടു. മാരീചനോട് ആവശ്യം പറഞ്ഞു. സ്വർണവർണ്ണമായ ഒരു മാനായി ചെന്ന് നീ സീതയെ മോഹിപ്പിക്കണം. അപ്പോൾ നിന്നെ പിടിക്കാൻ രാമലക്ഷ്മണന്മാർ വരും. ആ സമയം കൊണ്ട് ഞാൻ സീതയെ തേരിൽ കയറ്റി കൊണ്ടുപോരാം. മാരീചന് രാമനുമായി മുൻപൊരു ഏറ്റുമുട്ടൽ നടത്തിയതിന്റെ അനുഭവമുണ്ട്. അന്ന് വല്ല വിധേനയും രക്ഷപ്പെട്ടതാണ്. ഈ കാലമാടൻ ഇതെന്തിനുള്ള പുറപ്പാടാണ്? മാരീചൻ ആലോചിച്ചു. ഒരു വട്ടം കൂടി രാമന്റെ അടുത്തേക്ക് പോയാൽ ജീവൻ പോയത് തന്നെ. രാവണനെ ഒന്ന് ഉപദേശിക്കാമെന്ന് വെച്ച് മാരീചൻ. രാവണ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ രാമൻ എന്ന് പറയുന്ന ആൾ സാധാരണക്കാരനല്ല. നിന്നെ കൊല്ലാൻ വന്നവതരിച്ച വിഷ്ണുവാണ്. രാമനെന്ന് ഒരു സംസാരമുണ്ട്. അതുകൊണ്ട് വേണ്ടാത്ത കാര്യത്തിന് പോയി ജീവൻ കളയാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. രാവണൻ അത് കേൾക്കാൻ തയ്യാറായില്ല. കൂടുതൽ ഉപദേശമൊന്നും വേണ്ട. ഒന്നുകിൽ നീ പോകണം, അല്ലെങ്കിൽ ഇപ്പോൾ നിന്റെ തല ഇവിടെ വീഴും. രാവണൻ പതിയെ ചന്ദ്രഹാസത്തിലേക്ക് കൈനീട്ടി. മാരീചൻ ആലോചിച്ചു. ഈ ദുഷ്ടന്റെ കൈകൊണ്ട് ചാവുന്നതിൽ ഭേദം രാമബാണമേറ്റ് മൃതിയടയുന്നതാണ്. പോവുക തന്നെയെന്ന് ചിന്തിച്ച് മാരീചൻ ഒരു സ്വർണ്ണ നിറമുള്ള മാനായി വേഷം മാറി പഞ്ചവടിയിലേക്ക് പോയി. തൊട്ടുപിറകെ തേരിലേറി രാവണനും. സ്വർണ്ണമാൻ തുള്ളിക്കളിക്കുന്നത് കണ്ട് സീതാദേവിക്ക് അതിനെ ഒന്ന് കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നി. അപ്പോൾ തന്നെ രാമനോട് കൊഞ്ചി. നോക്കൂ, എന്തൊരു ഓമനത്തം! സുന്ദരനാണ് അവൻ. ഒന്ന് പിടിച്ചുകൊണ്ടു തരുമോ? നല്ല സ്നേഹത്തോടെ ഇരിക്കുമ്പോൾ ഭാര്യ ഒരു കാര്യം പറഞ്ഞാൽ ഭഗവാനും പോലും തടുക്കാൻ കഴിയില്ലല്ലോ. ലക്ഷ്മണനെ കാവലേൽപ്പിച്ച് രാമൻ സ്വർണ്ണമാനിനെ പിടിക്കാൻ പോയി. പിടിതരാതെ തുള്ളിക്കളിക്കുന്ന മാരീചമാനിന്റെ പിറകെ പോയി രാഘവൻ പർണശാലയിൽ നിന്ന് ദൂരത്തായി. സഹിക്കെട്ട് ഒരു ശരം പ്രയോഗിച്ചു രാമൻ. അമ്പേറ്റപ്പോൾ പൊന്മാന്റെ മായാരൂപം പോയി മാരീചനായി ഭൂമിയിൽ പതിച്ചു. മരിക്കുന്നതിന് മുൻപ് അവനൊരു ബുദ്ധി പ്രയോഗിച്ചു. രാമന്റെ ശബ്ദത്തിൽ ലക്ഷ്മണനെ വിളിച്ചു കരഞ്ഞു. സീത ഇത് കേട്ട് പേടിച്ചു. രാമന് അപകടം പറ്റിയെന്ന് വിശ്വസിച്ചു. ലക്ഷ്മണനോട് പറഞ്ഞു. സൗമിത്രേ, ജ്യേഷ്ഠന് അപകടം പിടഞ്ഞെന്ന് തോന്നുന്നു. പോയി നോക്കൂ. ദേവി, ഇത് രാമന്റെ കരച്ചിലല്ല. എന്റെ ജ്യേഷ്ഠൻ ആർത്തനാദം മുഴക്കാറുമില്ല. ഇത് രാക്ഷസന്മാരുടെ കളിയാണ്. ഞാൻ ഇവിടെ നിന്ന് മാറിയാൽ ഭവതിയെ കൊണ്ടുപോകാനാണ് ശ്രമം. സീത ആദ്യമായി ലക്ഷ്മണനോട് കോപിച്ചു. നീയും രാക്ഷസകുലം തന്നെ. ജ്യേഷ്ഠൻ മരിക്കണമെന്നാണ് നിന്റെ ആഗ്രഹം. എന്നിട്ട് എന്നെ തട്ടിയെടുക്കണം നിനക്ക്. നോക്കിക്കോ, നിനക്കെന്നെ കിട്ടില്ല. ഞാനിതാ പ്രാണത്യാഗം ചെയ്യുന്നു. പാവം ലക്ഷ്മണൻ. കർണകഠോരമായ കൊള്ളിവാക്കുകൾ കേട്ട് ചെവി രണ്ടും പൊത്തി ദേവിയെ വനദേവതമാർ പാലിക്കണേയെന്ന് പ്രാർത്ഥിച്ച് രാമനെ നോക്കി നടകൊണ്ടു. ലക്ഷ്മണൻ പോയ തക്കത്തിന് രാവണൻ സന്യാസി വേഷത്തിൽ സീതയുടെ അടുത്തെത്തി. മുനിയെ സീത സ്വീകരിച്ചു. വിവരങ്ങളൊക്കെ പറഞ്ഞു. മുനിയുടെ സ്വഭാവം മാറി. താൻ രാവണനാണ് എന്ന് പ്രഖ്യാപിച്ചു. ലോകാധിനായകനായ തന്റെ ഭാര്യ പദം അലങ്കരിക്കാൻ അവൻ സീതയെ ക്ഷണിച്ചു. സീത അവനെ ആട്ടിവിട്ടു. ശ്രീരാമ പത്നിയായ തന്നിൽ നോട്ടമിട്ട രാവണന്റെ അന്ത്യമെടുത്തെന്ന് പറഞ്ഞു. രാവണൻ സീതയെ മുടിക്ക് പിടിച്ചു വലിച്ച് മായാരഥത്തിൽ കയറ്റി. സീത അലമുറയിട്ട് കരഞ്ഞു. ഉറങ്ങുകയായിരുന്ന ജടായു കരച്ചിൽ കേട്ട് പാഞ്ഞു വന്നു. രാവണനുമായി യുദ്ധമായി. രാവണന്റെ ദേഹമാസകലം ജടായു കൊത്തിപ്പറിച്ചു. രാവണനാകെ കീറി മുറിഞ്ഞ് വശം കെട്ടു. അവസാനം ചന്ദ്രഹാസമെടുത്ത് ആഞ്ഞുവെട്ടി. പക്ഷമറ്റ് ജടായു ഭൂമിയിൽ പതിച്ചു. ശ്രീരാമനെ കണ്ട് കാര്യം പറഞ്ഞതിനു ശേഷം മാത്രമേ നീ വിഷ്ണുപാദം പുൽകൂ എന്ന് സീത അനുഗ്രഹിച്ചു. ആകാശത്തുകൂടി പോകവേ ഒരു കുന്നിൻ മുകളിൽ 4-5 കുരങ്ങന്മാരെ കണ്ടു. രാമന്റെ കയ്യിലെത്തട്ടെ എന്ന് പ്രാർത്ഥിച്ച് തന്റെ ആഭരണങ്ങൾ അവരുടെ അടുക്കലേക്കിട്ടു. രാവണൻ സീതയെ ലങ്കയിലെത്തിച്ച് തടവിലാക്കി. മാരീചനെ കൊന്ന് രാമൻ തിരികെ വരുമ്പോൾ അതാ ലക്ഷ്മണൻ. ദേവിയെ തനിച്ചാക്കി നീ പോയത് ശരിയായില്ലെന്ന് രാമൻ പറഞ്ഞു. ലക്ഷ്മണൻ മിണ്ടിയില്ല. പർണശാലയിൽ എത്തിയപ്പോൾ തന്നെ രാമന് അപകടം മണത്തു. സീതയെ കാണാനില്ല. രാമൻ ദുഃഖാർത്തനായി അവിടെയും ഇവിടെയും തിരിഞ്ഞ് നടപ്പായി. ലക്ഷ്മണനോടൊപ്പം സീതാന്വേഷണത്തിന് പുറപ്പെട്ടു. വഴിമധ്യേ പരിക്കേറ്റു കിടക്കുന്ന ജടായുവിനെ കണ്ടു. രാമൻ വേഗം ചിറകറ്റു കിടക്കുന്ന ജടായുവിനടുത്തെത്തി. പക്ഷിരാജ, ആരാണ് താങ്കളോടിങ്ങനെ ചെയ്തത്? രാമ, അങ്ങയുടെ പത്നിയെ തട്ടിക്കൊണ്ടുപോയത് രാക്ഷസരാജനായ രാവണനാണ്. തടയാൻ ശ്രമിച്ച എന്നെ അവൻ വെട്ടി വീഴ്ത്തി. അങ്ങയുടെ പത്നിയെ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ.
ജടായു കണ്ണീർ വാർത്തു. രാമൻ ജടായുവിൻ്റെ തലയെടുത്ത് മടിയിൽ വെച്ചു. ആ ജീവൻ പൊലിഞ്ഞു. രാമലക്ഷ്മണന്മാർ ജടായുവിന് ഉദകക്രിയ ചെയ്തു. അഗ്നി സംസ്കാരവും നടത്തി. സീതാദേവിയെ തന്നെ ചിന്തിച്ച് ദുഃഖാർത്ഥനായി രാമൻ വീണ്ടും നടന്നു തുടങ്ങി. ചേട്ടനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ലക്ഷ്മണനും കൂടെ തന്നെയുണ്ട്. വൃക്ഷങ്ങൾ ഞെരിഞ്ഞമരുന്ന ശബ്ദം കേട്ടാണ് രാമൻ അങ്ങോട്ട് നോക്കിയത്. ഒരു ഭീകരസത്വം അടുത്തേക്ക് വരുന്നു. വലിയ നീളമുള്ള കൈകൾ, വയറ്റിലാണ് ഭീമാകാരമായ വായുള്ളത്. കണ്ണുകളും ചെവിയും ഒന്നുമില്ല. ഇതെന്തൊരു ജീവിയെന്ന് ചിന്തിക്കുന്ന സമയം കൊണ്ട് രണ്ടുപേരും ആ ഭീകരസത്വത്തിന്റെ ഇരു കൈകളിലുമായി കഴിഞ്ഞു. മറ്റു വഴികളുമൊന്നുമില്ല. രാമൻ വലത്തുകരവും ലക്ഷ്മണൻ ഇടത്തുകരവും വെട്ടിക്കളഞ്ഞു. കബന്ധൻ എന്ന രാക്ഷസനായിരുന്നു അത്. കൈവെട്ടിക്കളഞ്ഞപ്പോൾ തന്നെ രാക്ഷസന് മനസ്സിലായി, കൃശഗാത്രരായ ഈ മനുഷ്യന്മാർ മോശക്കാരല്ല. അപ്പോൾ തന്നെ സംശയം ചോദിച്ചു, ആരാണ് നിങ്ങൾ? എൻ്റെ കൈകൾ വെട്ടിക്കളയാൻ മാത്രം ശക്തിയുള്ളവർ കേവലം മനുഷ്യന്മാരല്ല. രാമൻ തങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. ഭാഗ്യം അഹോഭാഗ്യമെന്ന് കബന്ധൻ. ഗന്ധർവനായിരുന്ന താൻ ജീവിതം ആഘോഷിച്ചു നടക്കുന്നതിനിടെ അഷ്ടവക്ര മുനിയെ കണ്ട് കളിയാക്കിയതും മുനി ഒരു രാക്ഷസനാക്കിയതും രാമലക്ഷ്മണന്മാരെ പറഞ്ഞു കേൾപ്പിച്ചു. ത്രേതായുഗത്തിൽ ശ്രീരാമൻ എന്നൊരാൾ വന്ന് കരം ഛേദിക്കുമെന്നും അപ്പോൾ ശാപമോക്ഷം ലഭിക്കുമെന്നുമായിരുന്നു മുനി പറഞ്ഞത്. ഇനി എന്തായാലും തന്നെ ഒരു ചീത കെട്ടി ദഹിപ്പിക്കണമെന്ന് കബന്ധൻ ആവശ്യപ്പെട്ടു. എങ്കിൽ സീതയെ കണ്ടെത്താനുള്ള വഴി പറഞ്ഞു തരും. രാമലക്ഷ്മണന്മാർ അപ്രകാരം ചെയ്തു. കബന്ധന്റെ ശരീരം ദഹിച്ചപ്പോൾ അതിൽ നിന്ന് ദിവ്യരൂപം പൂണ്ട് ഗന്ധർവൻ ഉയർന്നു വന്നു. രാമനെ നമസ്കരിച്ചു, ഭക്തിപൂർവ്വം സ്തുതിച്ചു. അവസാനം പറഞ്ഞു, തൊട്ടടുത്ത് മദങ്കാശ്രമമുണ്ട്. അവിടെ ശബരി എന്നൊരു സ്ത്രീ തപസ് ചെയ്യുന്നുണ്ട്. അവരെ കണ്ടാൽ സീതയെപ്പറ്റി അറിയാൻ കഴിയും. ഗന്ധർവൻ ഒന്നുകൂടി തൊഴുത് അപ്രത്യക്ഷനായി.